അതിഥി തൊഴിലാളികൾ വലിയ രീതിയിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ മേഖല. മേസ്തിരിമാർ 1700 1800 രൂപ വരെ ശമ്പളമായി വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഹെൽപ്പർമാരാകട്ടെ 1200 1300 രൂപ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണെങ്കിലും ഈ വേതനം നൽകിക്കൊണ്ട് ഒരു കാരണവശാലും ജോലികൾ ചെയ്യിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കരാറുകാരുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ലെൻസ്ഫെഡിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അനിൽകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. 2 മാസക്കാലമായി നമ്മുടെ കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖല ഏതാണ്ട് നിശ്ചലമായിരുന്നു. ഒരു പ്രതീക്ഷ ആസാം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോയിരുന്ന തൊഴിലാളികളെല്ലാവരും തന്നെ മടങ്ങി വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ കാത്തിരുന്നത്. ഇത്രയും ദിവസം അല്ല, ചെറിയൊരു ശതമാനം തിരികെ വന്നിട്ടുണ്ട്. പക്ഷെ തിരികെ വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വന്ന ആ തൊഴിലാളികൾ അന്യായമായ ഒരു കൂലി വർധനവ് ചോദിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് നമുക്ക് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാവുന്നതുമല്ല, നമുക്കത് യാതൊരു തരത്തിലും നമുക്ക് താങ്ങാൻ കഴിയുന്നതുമല്ല എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂലിയേക്കാൾ 50-60% ഒരു വർധനവ് ആണ് ചോദിക്കുന്നത്. ചില മേഖലകളിലൊക്കെ 1700 1800 രൂപ വരെയൊക്കെ മേസന്മാർ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഹെൽപ്പർമാർ, നമ്മൾ മൈക്കാടുകൾ എന്ന് പറയുന്ന ഹെൽപ്പർമാർ 1200 വരെയും ചോദിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഒരു കൂലി കൊടുത്തുകൊണ്ട് നേരത്തെ എടുത്തിരുന്ന വർക്കുകൾ, അതായത് നമ്മളൊരു കാലവും ഒരു പ്രത്യേക പീരീഡും ഒക്കെ പറഞ്ഞാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് കരാർ എഴുതി കൊടുത്തിട്ടാണ് വർക്ക് എടുക്കുന്നത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വർധനവ് കൊണ്ടും വളരെയധികം വിഷമിക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന ഈ ഒരു വിഷയം നമ്മുടെ ഈ മേഖലയെ ആകെ തളർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇവരുടെ ഈ ആവശ്യം ഒരു കാരണവശാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ 1800 രൂപ മേസ്തിരിക്ക് കൂലി അല്ലെങ്കിൽ 1300 രൂപ മേക്കാട് വേതനം ചോദിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാറിയൊരു സാഹചര്യത്തിൽ ചെറിയ തോതിലുള്ള ഒരു വർധനവ് എന്ന് പറയുന്നത് അനുവദിക്കാവുന്നതാണെങ്കിലും ഇപ്പോൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൂലി എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ചില സ്ഥലങ്ങളിൽ ഈ തൊഴിലാളികൾ സംഘടിതമായി നിന്നുകൊണ്ട് അവരാവശ്യപ്പെടുന്ന ഒരു കൂലി കിട്ടിയില്ലെങ്കിൽ പണിക്ക് ഇറങ്ങുന്നില്ല, ജോലിക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വസ്തുതയാണ്. നമുക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലോ. അവരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ട ഒരവസ്ഥ എങ്ങും ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകേണ്ട എന്നുള്ളത് തന്നെയാണ് ലെൻസ്ഫെഡിന്റെ അടക്കം ഇല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയർമാരെ കോൺട്രാക്ടർമാരുടെ തീരുമാനം. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് അവർ ഈ അന്യായമായ കൂലി വർധനവ് ചോദിക്കുന്നത്. നമുക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ മുൻപ് ഇവരുടെ വേതനം എങ്ങനെയായിരുന്നു? മേസ്തിരിയുടെ അല്ലെങ്കിൽ ഹെൽപ്പറിന്റെ വേതനം എത്ര രൂപയൊക്കെ ആയിരുന്നു? എല്ലാവർക്കും കൃത്യമായൊരു വേതനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെ ഒരു നൈപുണ്യം അനുസരിച്ച് അവരുടെ വേതനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. എങ്കിലും ശരാശരി മേസ്തിരിമാർക്ക് ഒരു 1000-1100 രൂപയും, മേസ്തിരി എന്ന് പറഞ്ഞാൽ മേസൻ, ഇവരുടെ മൈക്കാട് എന്ന് നമ്മൾ പറയുന്ന ഹെൽപ്പർമാർക്ക് 800 രൂപയും ഒക്കെ ആയിരുന്നു ശരാശരി ഒരു കൂലി ഉണ്ടായിരുന്നത്. ഈ 1000-1100 ഉണ്ടായിരുന്നതാണ് ഈ മേസൺ ഇപ്പോൾ 1700-1800 വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതാണ്ട് ഒരു 50-60% വർധനവ് ചോദിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പൊതുവെ ഈ തൊഴിലാളികൾ തിരികെ കേരളത്തിലേക്ക് വരാത്തൊരവസ്ഥ കൂടി ഉണ്ടായപ്പോൾ പല സ്ഥലങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങൾ മുടങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പുതിയ പ്രതിസന്ധി കൂടി ഈ മേഖലയെ വല്ലാതെ തളർത്തുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായും ഈ മേഖല നേരത്തെ തന്നെ അതിസങ്കീർണമായ പ്രശ്നങ്ങളാൽ വലിയ തളർച്ചയിലുണ്ടായിരുന്ന ഒരു മേഖലയാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് കെട്ടിട നിർമ്മാണ മേഖല. ഇന്ത്യയുടെ സാഹചര്യത്തിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയാണ്. കേരളത്തിൽ പക്ഷേ അത് നേരെ തിരിച്ചാണ്. ഈ മേഖലയ്ക്കുണ്ടാവുന്ന ഒരു ക്ഷീണം, പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും കേരളത്തിൻ്റെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മലയാളികളെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റില്ല. അത്തരം ശ്രമങ്ങളൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? മലയാളികളായ, അതായത് തദ്ദേശീയരായ തൊഴിലാളികളാൽ വളരെ സമ്പന്നമായിരുന്നു നമ്മുടെ കേരളം. അതിഥി തൊഴിലാളികൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 1/4 നൂറ്റാണ്ട്, ഏതാണ്ട് 2000 മുതലാണ് അവരുടെ ഒരു ഒഴുക്ക് നമുക്ക് കേരളത്തിലേക്ക് ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 1/4 നൂറ്റാണ്ടിന് ഉള്ളിൽ നേരത്തെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ മേഖലയിൽ നിന്ന് പ്രായം കൊണ്ടും ഒക്കെ പിൻവാങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയ ആളുകൾ അധികം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശീയരായ തൊഴിലാളികളുടെ ഒരു വലിയ ക്ഷാമം, ദൗർലഭ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, പക്ഷേ അതിഥിതൊഴിലാളികളുടെ ഒരു എണ്ണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തദ്ദേശീയരായ തൊഴിലാളികൾ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖല മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ആ ഒരു മേഖലയിൽ സർക്കാരിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ ലെൻസ്ഫെഡ് മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുണ്ട്. അവിടെ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്ന ഒരു ഇടമാണത്. അപ്പോൾ അത് കുറേ കാലങ്ങളായി അവിടെ കാര്യമായ ഒരു പരിശീലനമോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ തദ്ദേശീയരായ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവിടെ പരിശീലനം നടത്തി പുറത്തിറക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരാവശ്യം. എന്താണെങ്കിലും നിലവിൽ ഈ തൊഴിലാളികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ലെൻസ്ഫെഡിൻ്റെ അടക്കം തീരുമാനം. തീർച്ചയായും അങ്ങനെയാണ്. അതാണ് ലെൻസ്ഫെഡിൻ്റെ ഒരു നിലവിലുള്ള നിലപാട്. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ മേഖല കടന്നു പോകുന്നത്. മുൻപ് 1000-1100 രൂപ ഉണ്ടായിരുന്ന മേസ്ത്രിമാരുടെ ശമ്പളം ഇപ്പോൾ 1700-ഉം 1800-ഉം രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഹെൽപ്പർമാർക്ക് മുൻപ് 850-ഉം 900-ഉം ഒക്കെ ഉണ്ടായിരുന്ന ശമ്പളം 1100-ലേക്കും 1200-ലേക്കും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്താണെങ്കിലും നിലവിൽ ഇത്തരം അതിഥി തൊഴിലാളികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ലെൻസ്ഫെഡ് അടക്കമുള്ള സംഘടനകളുടെ തീരുമാനം. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.